സോ ഹലോ ഫ്രണ്ട്സ്, അഗെയിൻ ഓരോരോ ബി സ്കൂളായിട്ട് പറഞ്ഞു വരുന്നതിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ബി സ്കൂളാണ് NIT കാലിക്കറ്റ്. മെയിൻ ആയിട്ട് കാരണം എല്ലാവർക്കും അറിയാം, കാരണം കേരളത്തിലാണ്, NIT ആണ്. NIT എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. സോ അവിടെ കൊടുക്കുന്ന MBA പ്രോഗ്രാമിനെ കുറിച്ച്, അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഇമ്മാനുവൽ NIT കാലിക്കറ്റിൽ MBA ചെയ്യുന്ന സ്റ്റുഡന്റിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് അലോട്ട് ഇമ്മാനുവൽ ഫോർ അക്സെപ്റ്റിംഗ് ദി ഇൻവൈറ്റ് ആൻഡ് കമ്മിങ് ഓൺ എ കോൾ. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ചോദിച്ചറിയാനുണ്ട്. എന്തായാലും സ്റ്റാർട്ട് വിത്ത് ഇമ്മാനുവൽ തന്നെ പറയും. ഇമ്മാനുവലിന്റെ ഒരു ജേർണി, ഇമ്മാനുവൽ എവിടെ നിന്നാണ്, എന്താണ് പഠിച്ചത്, and എങ്ങനെ MBA എന്നുള്ള ഡിസിഷൻ എത്തി, അതിനെ കുറിച്ചൊന്ന് കേൾക്കാം. ഹായ് സാഹിൽ, എന്റെ പേര് ഇമ്മാനുവൽ. ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ സ്കൂളിംഗ് ചെയ്തതെല്ലാം കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു, സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ എന്ന് പറയും. അതിനുശേഷം ഞാൻ UG BCom ആണ് ചെയ്തത്. അത് ബാംഗ്ലൂർ സെന്റ് ജോസഫിലായിരുന്നു. അപ്പൊ അവിടെ പാസ് ഔട്ട് ആയതിന് ഉടനെ എനിക്ക് TCSൽ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അവിടെ ഞാൻ പ്ലേസ് ആയിരുന്നു. അങ്ങനെ 2 വർഷം TCSൽ വർക്ക് ചെയ്തു. 2 വർഷം TCSൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഒരു BCom ഡിഗ്രി മാത്രം വെച്ച് നമുക്ക് കോർപ്പറേറ്റ് ലാഡറിൽ ഒത്തിരി അങ്ങ് കയറാൻ പറ്റത്തില്ല. അപ്പം അതിന് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം MBA ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ TCS നമുക്കൊരു ഓർമ്മയുണ്ട്, സെബാറ്റിക്കൽ പോളിസി. അപ്പം TCS 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് സെബാറ്റിക്കൽ എടുത്ത് പോയി MBA ചെയ്ത് തിരിച്ച് അവിടെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നേരെ പോയി വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ CAT എഴുതി. അത് രണ്ടും കൂടെ ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ CAT എഴുതി, CATന്റെ സ്കോറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മള് MBA എടുക്കുക, തിരിച്ച് TCS ജോയിൻ ചെയ്യാന്ന് ഉള്ള മോണോട്ടോണസ് ആയിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പം MBAക്ക് നോക്കി 1-2 പ്രൈവറ്റ് കോളേജസ് കിട്ടി. അപ്പം പിന്നീട് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും NIT ആണ് ബെറ്റർ എന്ന് മനസ്സിലായി. അങ്ങനെ NIT ജോയിൻ ചെയ്തു. ഇപ്പം 2 വർഷം പൂർത്തിയാൻ ഇനി വെറും 3 മാസം കൂടെ. ലക്ലി ഞാൻ ഡെലോയിറ്റ് പ്ലേസ്ഡ് ആയി ഇവിടുന്ന്. അപ്പോ ഇനി സബാറ്റിക്കൽ അല്ല, ഡെലോയിറ്റ് ജോയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അടിപൊളി. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, പ്ലേസ് ആയാലും അതും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെനാരിയോയില് ഒരു നല്ല കമ്പനിയിൽ പ്ലേസ് ആവാന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ഇമ്മാനുവൽ, ഈ വേറെ 1-2 പ്രൈവറ്റ് കോളേജസ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ചിട്ട് ഒരു NIT കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. അപ്പം NITയുടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നതിന് മുന്നേ, കോളേജ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇമ്മാനുവലിനെ ആകർഷിച്ച കുറച്ച് NIT MBA ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് NIT 2 കാരണങ്ങളാണല്ലോ. ഒന്ന് ബ്രാൻഡ് നെയിം ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അപ്പം ഇപ്പം നമുക്ക് കുറെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, ഒരു കോർപ്പറേറ്റ് ജേർണിയിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം പഠിച്ച കോളേജിന്റെ ബ്രാൻഡ് നെയിം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കാര്യം. അപ്പം നോക്കുമ്പോൾ പ്രൈവറ്റ് കോളേജിനെ വെച്ച് ബ്രാൻഡ് നെയിം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു. രണ്ടാമത്തേത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഫീസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ചെലവിൽ MBA പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് NIT കാലിക്കറ്റ്. അതിപ്പം ഇവിടുത്തെ ഫീസ് ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ്, അക്കോമഡേഷൻ ഫുഡ് എല്ലാം കൂടെ, ഇൻക്ലൂഡിങ് കോഴ്സ് ഫീസ്, അക്കോമഡേഷൻ, ഫുഡ് എല്ലാം കൂടെ അറൌണ്ട് 4 lakh ആവുന്നുള്ളൂ. ഇപ്പം നമ്മളിപ്പം ബാക്കി പ്രൈവറ്റ് കോളേജസ് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു വർഷത്തെ ഫീസ് തന്നെ ഏകദേശം 4,50,000 വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പം ഞാൻ ശരിക്കും വേറൊരു പ്രൈവറ്റ് കോളേജ് ജോയിൻ ചെയ്തതായിരുന്നു. അവിടെ ഫസ്റ്റ് ഇയറിലെ സാലറിയും വെച്ചതായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടുത്തെ അഡ്മിഷന്റെ പ്രോസസ് നടക്കുന്നതേ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് അവിടുന്ന് ലീവ് ചെയ്ത് ഇവിടെ വരികയാണ് ചെയ്തത്, ഫീസ് അടച്ചതിന് ശേഷം. അപ്പം അവിടെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ വർഷത്തെ ഫീസ് അടച്ചത് വെച്ച് നമുക്ക് ഇവിടുത്തെ ഹോൾ MBA പ്രോഗ്രാം തന്നെ ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ചിലപ്പോൾ കവർ ആവും അല്ലേ? ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. നമുക്ക് ഇപ്പൊ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട, എക്സ്ട്രാ അങ്ങനെ പൈസ എടുക്കേണ്ട വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ചെലവുകൾക്ക് മാത്രമാണ് എക്സ്ട്രാ അതിൽ നിന്ന് എമൗണ്ട് വരുന്നത്. അല്ലാതെ നമ്മുടെ ഫുൾ 2 year നമ്മുടെ ഓൾമോസ്റ്റ് 90% ഓഫ് എക്സ്പെൻസ് ഈ പറയുന്ന എമൗണ്ടിൽ കവർ ആയി പോകും. ഓക്കെ, അത് ഒരു MBA സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി നമ്മൾ അപ്പുറത്തെ സൈഡ് കമ്പയർ ചെയ്യുന്ന 20-25 lakhs ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഒരു ഹൈ ROI MBA പ്രോഗ്രാം ആണെന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു റീസൺ ആണ് മെയിൻ ആയിട്ട് ഒരു ബ്രാൻഡും പിന്നെ ROIയും, ഈ 2 ഫാക്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞ ഇമ്മാനുവലിന്റെ പുൾ ചെയ്തത് NIT MBA. ഇനി NIT MBAയിൽ കയറി ജോയിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ഈ NIT MBA ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ, സെപ്പറേറ്റ് ക്യാമ്പസ് ഉണ്ടോ, ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസ്, അതൊക്കെ എങ്ങനെയാണുള്ളത്? NITയുടെ ക്യാമ്പസിന്റെ മെയിൻ ക്യാമ്പസിലല്ല നമ്മുടെ NITയുടെ MBA പ്രോഗ്രാമിന്റെ ബിൽഡിംഗ് ഇരിക്കുന്നത്. അത് സോംസിന്റെ ഒരു ബിൽഡിംഗ് ആണ്. അത് മെയിൻ ക്യാമ്പസിന്റെ എതിർവശത്തായിട്ട് വരും. ക്യാമ്പസ് ഒന്ന് തന്നെ, പക്ഷെ എഞ്ചിനീയറിംഗിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഇരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. നമുക്കറിയാം HOD മുതൽ താഴോട്ട് വരുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഉള്ളത്.
ഒറ്റ ബാച്ച് ആണുള്ളത്. അത് അഡ്മിഷൻ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്താ 78 സ്റ്റുഡൻസ് ആണ് ഇപ്പൊ നമുക്ക് ജൂനിയേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഓക്കെ ബാച്ചിൽ അത് 70 ആയിരുന്നു. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ മനസ്സിലായി. അപ്പൊ ഇതില് ഈ ബാച്ചേഴ്സിൽ എന്താണ് കൂടുതലും വരുന്ന ആൾക്കാർ ഒരുപാട് വർക്ക് സോ പറഞ്ഞത് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ബേസിക്കലി NIT ക്യാമ്പസിനകത്ത് തന്നെയാണ്, പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, അതായത് ബേസിക്കലി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയ്ക്കല്ല ഉള്ളത്. അപ്പൊ ഇത് ഒരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു MBA സ്റ്റുഡൻസിന് കുറച്ചുകൂടി ഒരു നിങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഈ ഒരു സെപ്പറേറ്റ് ആയതുകൊണ്ട്? അതൊരു ഡിസഡ്വാൻറ്റേജ് ആണോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചാൽ ഡിസഡ്വാൻറ്റേജിന്റെ കാരണങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് എന്താ അങ്ങനെ ഗസ്റ്റ് ലെക്ചേഴ്സ് വരുമ്പോൾ കുറച്ച് സമയം താമസിക്കും. ഇപ്പം ചില എലക്ടീവ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് കോമൺ ആയിട്ട് എടുക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എലക്ടീവ്സ് ഒക്കെ. അത് എടുക്കാൻ നേരം ഇപ്പൊ മെയിൻ ക്യാമ്പസിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ കുറച്ച് താമസിക്കും. എന്നല്ലാതെ നമുക്ക് സ്റ്റുഡൻസ് ലെവലിൽ അങ്ങനെ ഒരു ഹിൻഡ്രൻസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ ഇമാനുവൽ എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ഇമാനുവൽ ഇപ്പൊ ഹോസ്റ്റലിലാണുള്ളത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വെൽ പെയിന്റഡ് നല്ല കുറച്ചുകൂടി ഒരു പുതിയ ഹോസ്റ്റൽ പോലെ ഉണ്ട്. സോ എന്താണ് ഹോസ്റ്റലിന്റെ അവസ്ഥ, അക്കോമഡേഷന്റെ അവസ്ഥ, നിങ്ങൾക്ക് തരുന്ന ക്യാമ്പസ് ഫെസിലിറ്റീസിന്റെ അവസ്ഥ? ക്യാമ്പസ് ഹോസ്റ്റലും ഫുഡും ഫെസിലിറ്റീസ് പറഞ്ഞു, വളരെ ഹോസ്റ്റലെ ഫുഡും രണ്ടിനെ കുറിച്ച്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് സിംഗിൾ റൂമാണ്. ഞങ്ങളുടെ MBA ബാച്ചിൽ സിംഗിൾ റൂമാണ്. സിംഗിൾ റൂം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ബാത്റൂം ഷെയർഡ് ആണ്, പക്ഷെ റൂം സിംഗിൾ ആണ്. അങ്ങനെ ഇപ്പം എല്ലാ ബോയ്സിന് സിംഗിൾ റൂമും ഗേൾസിന് ഷെയർഡ് റൂമും ആണുള്ളത്, 2 ഷെയറിംഗ്. അപ്പൊ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ പെർ ഡേ 140 റുപ്പീസ് ആകത്തുള്ളൂ. അതിനകത്ത് എന്താ മോർണിംഗ് ഫുഡ്, എന്താ ഉച്ചക്കത്തെ ഫുഡ്, വൈകുന്നേരത്തെ ടീ, പിന്നെ രാത്രിയിലത്തെ ഫുഡ്. ഇതില് ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാ ദിവസവും നോൺ വെജ് ഉണ്ട്. ഓക്കെ അങ്ങനെ എല്ലാം കൂടെ 140 റുപ്പീസ് ആകത്തുള്ളൂ. പിന്നെ സ്റ്റേയുടെ കാര്യം വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് നമ്മുടേതായ പ്രൈവറ്റ് റൂംസ് ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ വളരെ മെച്ചമാണ്. അക്കോമഡേഷൻ ആൻഡ് ഫുഡിന്റെ കാര്യത്തിൽ ഒരിക്കലും NIT പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഒരിക്കലും മോശം പറയത്തില്ല. കാരണം ബാക്കി എവിടത്തേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരുന്നത്. ഡെഫിനറ്റ്ലി. നമ്മൾ ബി സ്കൂളിലുള്ള സമയത്തും ഒരുപാട് NIT സ്റ്റുഡൻസ്, അതായത് NIT ബിടെക് ചെയ്ത കുറെ ആൾക്കാർ നമ്മുടെ MBA ബാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ഈ നമ്മുടെ മെസ്സിലെ ഫുഡ് കഴിക്കുമ്പോൾ ഈവൻ ദോ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ബൊഫെ മീലൊക്കെ ആണെങ്കിലും അവർ പറയാറുണ്ടായിരുന്നു ഇതൊന്നും NIT ഹോസ്റ്റലിലെ ഫുഡിന്റെ അത്ര വരില്ല. കാരണം ഒരുപാട് ഇപ്പൊ നോൺ വെജ് വെറൈറ്റീസ് ഒക്കെ ഒരുപാട് കിട്ടുന്ന ഇവിടെ കിട്ടുന്ന പോലെ ഒന്നും പുറത്ത് കിട്ടാറില്ല. സോ അത് മെസ്സിനെ കുറിച്ച്, അതും NIT മെസ്സസ് കുറച്ച് പോപ്പുലർ ആണ് ഈ ഒരു ഫുഡിന്റെ കാര്യത്തിൽ, ഫുഡിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ഇനി ബാച്ചിലോട്ട് വരികയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ജെൻഡർ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് പൊതുവെ? എങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലായിട്ട് വരുന്നത്? അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ബാക്ക്ഗ്രൗണ്ട്, എഞ്ചിനീയേഴ്സ് ആണോ കൂടുതൽ വരുന്നത്, കുറെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണോ കൂടുതലായിട്ട് വരുന്നത്, അതോ ഫ്രഷേഴ്സ് ആണോ? ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഓരോ വർഷത്തെയും ഇന്റർവ്യൂ പാനലിന്റെ ജഡ്ജ്മെന്റ് പോലെ ഇരിക്കും. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ ഓഫ് സ്റ്റുഡൻസ് അല്ല ജൂനിയേഴ്സിലേക്ക് വരുമ്പോൾ. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കൂടിയ സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോ ജൂനിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഞങ്ങളുടെ ബാച്ചിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ. 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഫ്രഷേഴ്സും ഉണ്ട്, ഫ്രഷേഴ്സ് ആണ് കൂടുതൽ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിന്റെ കാര്യം വരുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. 3 years 4 years ഒക്കെ വരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ജൂനിയേഴ്സിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഫ്രഷേഴ്സിന്റെ എണ്ണം ഞങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. ഓക്കെ. അതൊക്കെ കുറച്ച് ടൈം ഇന്റർവ്യൂ എടുക്കുന്ന ആ പാനലിന്റെ ജഡ്ജ്മെന്റ് പോലെ ഇരിക്കും, എങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് സ്റ്റുഡൻസിനെയാണ് അവർ വേണ്ടത് എന്നുള്ളത്. മനസ്സിലായി. ഇനി അതിൽ എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളത്, ഇനി നിങ്ങളുടെ ഫാക്കൽറ്റീസ്, ഇപ്പൊ പാനൽ ഓഫ് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പാനലിന്റെ കാര്യം പറഞ്ഞു, ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്ലാസിന്റെ ക്വാളിറ്റി എത്രത്തോളം നന്നാവുന്നുണ്ട്? പ്രൊഫസേഴ്സ് എങ്ങനെയാണ് അവർ എത്രത്തോളം അപ്രോച്ചബിൾ ആണ്? അല്ലെങ്കിൽ നിങ്ങൾ കുറെ പ്രൊജക്ട്സ് ഒക്കെ ഫാക്കൽറ്റീസുമായിട്ട് ചെയ്യാറുണ്ടോ? പ്രൊഫസേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ്. എല്ലാവരും IIT ആ ലെവൽ PhDs ഉള്ള, എല്ലാം ഡോക്ടറേറ്റ് ഉള്ള പ്രൊഫസേഴ്സ് തന്നെയാണ്. അവർ ഈ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ PhD എടുത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. ടീച്ചിങ്ങിലേക്ക് വരുമ്പോഴത്തേനും എന്താ പറയാ, അവരുടെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ദ ലെവൽ ഓഫ് നോളജ് പ്രോസസ് പലപ്പോഴും വളരെ മികച്ചതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താ പറയാ, പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എപ്പോഴും അവർ അപ്രോച്ചബിൾ ആണ്. അപ്രോച്ച് ചെയ്യുന്നതിന്റെ കാര്യത്തിലോ അങ്ങനെ ഒരിക്കലും പ്രശ്നം. നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരു ബിസിനസ് റിസർച്ച് പ്രൊജക്ട് കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാ ലെക്ചേഴ്സിന്റെ കീഴിൽ നമ്മൾ ഗൈഡ് ആയിട്ട് നിന്നിട്ട് ഓരോ പ്രൊജക്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ മാർക്കറ്റിംഗിലാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അങ്ങനെ 70 സ്റ്റുഡൻസും ഓരോ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അവരുടെ സ്പെഷ്യലൈസേഷന്റെ കീഴിൽ. അപ്പൊ അവരുടെ അസൈൻഡ് ആയിട്ടുള്ള ഗൈഡുമാർ, അതായത് ഫാക്കൽറ്റീസ് ആയിട്ട് നിരന്തരമായിട്ടുള്ള കോൺടാക്റ്റിലാണ്. അവർ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അതിന്റെ
പ്രോഗ്രസ് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാറുണ്ട്, സജഷൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ എല്ലാവരും പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സ്പെഷ്യലൈസേഷൻ ആയിട്ട് എടുത്തേക്കുന്നത് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ. ഫിനാൻസിന്റെ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലാക്കത്തോളം ഒരു കേസ് സ്റ്റഡി അപ്രോച്ച് ആണ്, ഹാർവാർഡിന്റെ കേസ് അങ്ങനത്തെ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാർവാർഡ് ബിസിനസ് റിവ്യൂസ് തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഡിസ്കഷൻ നടക്കാറുണ്ട്. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. മോറോവർ അത് ഇന്റർവ്യൂവിന് വന്നപ്പോൾ പോലും ഈ അവാർഡിൽ നിന്നുള്ള കേസ് സ്റ്റഡി വെച്ച് അതിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് ഒരു ജനറൽ ഇൻസൈറ്റ്സ് ആണ്. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നതും റിയൽ ലൈഫ് ആപ്ലിക്കേഷനുമായിട്ടുള്ള ഒരു മേർജർ ആണ് ആ കേസ് സ്റ്റഡീസ് കൂടെ നടക്കുന്നത്. അപ്പൊ എനിക്കത് എസ്പെഷ്യലി ആ കേസ് സ്റ്റഡീസ് എനിക്ക് ഇന്റർവ്യൂവിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. 1-2 സ്പെസിഫിക് കാര്യങ്ങൾ ആ കേസ് സ്റ്റഡീസിന് തന്നെ എക്സാമ്പിൾ എടുത്ത് എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ പേഴ്സണൽ ആയിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ബാക്കി സ്പെഷ്യലൈസേഷന്റെ കാര്യം എനിക്ക് അത്ര ഡീപ്പ് ആയിട്ട് അറിയത്തില്ല, വേഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെ ഒരു അറിയാം. സ്പെഷ്യലൈസേഷൻ ഉണ്ടോ NIT-യിൽ? അതായത് ജനറൽ MBA അല്ലാന്നാണോ? അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സെമിസ്റ്റർ സിസ്റ്റം ആണോ, ട്രൈമസ്റ്റർ സിസ്റ്റം ആണോ? അതിൽ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ എലക്ടീവ്സ് ഒക്കെ എങ്ങനെയാണ്? ഓരോരുത്തർ സ്പെഷ്യലൈസ് ചെയ്യണോ എന്തെങ്കിലും ഒരു ഡൊമൈൻ? ഞാൻ സ്പെഷ്യലൈസ് ചെയ്താൽ പിന്നെ അതിന്റെ കമ്പനീസ് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സെമസ്റ്റർ സിസ്റ്റം ആണ്. അപ്പം 2 വർഷം മൊത്തത്തിൽ 4 സെമസ്റ്റർ ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ വർഷം എല്ലാവരും കോമൺ സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. എല്ലാ എലക്ടീവ്സിനെയും കീഴിലുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം. അപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് എത്തിയാലും നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 2 ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം. അത് നമ്മുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് പിന്നെ പഠിച്ചു വന്ന ബാക്ക്ഗ്രൗണ്ട് ഇതിനൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും BCom പഠിച്ചു തന്നുകൊണ്ട് എനിക്ക് 2 months എനിക്ക് ആവശ്യമില്ലായിരുന്നു. ഞാൻ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ എല്ലാവരും ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ എടുക്കണം. നമ്മുടെ സർട്ടിഫിക്കേഷനിൽ എനിക്ക് തോന്നുന്നു അത് ജനറൽ MBA എന്നാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കമ്പനീസ് വരുമ്പോൾ കമ്പനീസ് സ്ട്രിക്റ്റ് ആയിട്ട് സ്പെഷ്യലൈസേഷന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് വരുന്നത്. അപ്പം വി വാണ്ട് സ്റ്റുഡൻസ് ഫ്രം ഐദർ ഫിനാൻസ് ഓർ മാർക്കറ്റിംഗ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പം അത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. സ്പെഷ്യലൈസേഷൻ നോക്കി തന്നെയാണ് കമ്പനീസ് വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ. ഈ പ്ലേസ്മെന്റ് കാര്യം പറയുമ്പോൾ നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ഒരു പ്ലേസ്മെന്റ് ഉണ്ടോ, അതോ NIT കാലിക്കറ്റിന്റെ പ്ലേസ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഓഫീസർ തന്നെയാണോ നിങ്ങളുടെ പ്ലേസ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്? എല്ലാ B-School ലെവലിലും നമുക്കൊരു പ്ലേസ്മെന്റ് കമ്മിറ്റി ഉണ്ട്, ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് കമ്മിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഹോൾ NIT-ക്ക് ഒരു CCD എന്ന് പറയുന്ന, അതായത് സെന്റർ ഫോർ കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരാണ് കമ്പനീസുമായിട്ട് ഡയറക്ട്, അവരൊരു ഒരു സ്ട്രക്ചറാണ്. ഹെഡ് ഉണ്ട്, അത് ഫാക്കൽറ്റി എൻ്റെ നിന്നുള്ള ഹെഡ് ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും പ്രൊഫസേഴ്സ് ലെവൽ അതായത് ടീച്ചർമാരുടെ ലെവല് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. പിന്നെ നമുക്ക് POCs ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ 1-2 പേര് അവിടെ പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിട്ട് അങ്ങനെ ഒരു സ്ട്രക്ചറാണ് കരിയർ ഫോർ സെന്റർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് വരുന്ന കൂടെ അവര് എല്ലാവർക്കും ആയിരിക്കും കമ്പനീസിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് MBA-ക്ക് വരുന്ന ആൾക്കാരെ അവര് വിളിക്കുന്നു, അവര് നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രോസസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ MBA തന്നെയായിട്ടല്ല, അത് ഹോൾ NIT മൊത്തത്തിൽ ഒരൊറ്റ അംബ്രല പ്ലേസ്മെന്റ്. ബേസിക്കലി ആ പ്ലേസ്മെന്റ് കമ്മിറ്റിയിൽ, അതായത് NIT-യുടെ മൊത്തത്തിൽ ഒരു പ്ലേസ്മെന്റ് കമ്മിറ്റി വിച്ച് വിൽ ബി ഹെഡഡ് ബൈ പ്രൊഫസർ. അതിൽ നിങ്ങളുടെ സോംസിന് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, അങ്ങനെയല്ലേ? ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു പ്ലേസ്? ഇപ്പം ഒബ്വിയസ്ലി എല്ലാ കോളേജിലും ഒരു മാർക്കറ്റ് സ്റ്റോഡോറും കാര്യങ്ങളും ഒക്കെയാണ്. സമ്മർ ഇന്റേൺഷിപ്പ് ഒക്കെ എസ്പെഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്ലേസ്മെന്റ് മൊത്തം സെനാരിയോയിൽ എങ്ങനെയുണ്ട്? ഏതൊക്കെ ബിഗ് നെയിംസ് വന്നത്? ഇപ്പൊ ഡെലോയിറ്റ് പറഞ്ഞു, അതുപോലെ വേറെ ഏതൊക്കെ കമ്പനീസ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്? ഡെലോയിറ്റ് ഒരു മേജർ റിക്രൂട്ടർ ആണ്. ഫെഡറൽ ബാങ്ക് ഒരു മേജർ റിക്രൂട്ടർ എന്ന് പറഞ്ഞാൽ എത്ര പേര് എടുക്കും? ഡെലോയിറ്റ് ഒക്കെ ഒരു ഏകദേശം? ഡെലോയിറ്റ് ഇത്തവണ വന്നിട്ട് 6 പേരോളം എടുത്തായിരുന്നു. ഫെഡറൽ ബാങ്ക് വന്നിട്ട് 4 പേരെ എടുത്തായിരുന്നു. പിന്നെ ഇനി വരാൻ കിടക്കുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ മേജർ ആയിട്ട് റിലയൻസ് വരുന്ന ഒരു കമ്പനിയാണ്. റിലയൻസ് പല ഡൊമൈനിലായിട്ട് ആൾക്കാരെ എടുക്കാറുണ്ട്. അത് LT ജഗർനട്ട്, പിന്നെ IDBI ബാങ്ക്, പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് മേജർ റിക്രൂട്ടേഴ്സ്. ഞാൻ ഒരിക്കലും എക്സംപ്ലറി ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഉണ്ടെന്ന് ഒരിക്കലും അവകാശപ്പെടുത്തില്ല. കുഴപ്പമില്ല, നമ്മള് എന്താ പറയാ, നമ്മള് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടും. അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് മാത്രം വെച്ചിട്ടല്ല ഒരിക്കലും പ്ലേസ്മെന്റ് നടക്കുന്നത്. ഇപ്പം സാഹിൽ ഇപ്പം IIM-ൽ പഠിച്ചിട്ടുള്ളതാകുമ്പോൾ അറിയാം, നമ്മളിപ്പം ആദ്യമേ പ്ലേസ്ഡ് ആകുന്നതെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോസസ് ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും പ്ലേസ്ഡ് ആകുന്നത്. എപ്പോഴും നമ്മുടെ ടോപ്പ് റാങ്ക്, ടോപ്പ് 10, ടോപ്പ് 10 ഉള്ളവർ ചിലപ്പോൾ അവസാനത്തേക്ക് ആയിരിക്കും പ്ലേസ്ഡ് ആവുന്നത്. മേ ബി അങ്ങനത്തെ ഒരു മിക്സർ ആണ് മെയിൻലി നമ്മൾ കാണുന്നത്. അപ്പം
എന്താ പറയാ, അപ്പൊ നമ്മൾ അത് അങ്ങനെ ഒരു പ്രോസസ്സാണ്. അത് ഒരിക്കലും നമുക്ക് ഇപ്പൊ ഇന്ന കോളേജ് വന്ന് അതൊരു എന്താ പറയാ, അതൊരു നമുക്ക് ഒരിക്കലും ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ മേ ബി നമ്മുടെ UGയിൽ എടുത്തേക്ക് നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഒരു ഫാക്ടർ, ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരിക്കാം. അതിൽ നിന്ന് നമ്മൾ ഗെയിൻ ചെയ്ത നോളജ് ചിലപ്പോൾ ഇന്റർവ്യൂ വരുമ്പോഴത്തേനും അതിനെക്കുറിച്ച് ചോദിച്ചിരിക്കാം. നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനി ഒരു മേജർ ഫാക്ടർ ആയിരിക്കാം. അങ്ങനെ പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്ലേസ്മെന്റ് ആളെ എടുത്തോണ്ട് പോകും. അപ്പം കുഴപ്പമില്ലാത്ത പ്ലേസ്മെന്റ് ഉണ്ട്, നോട്ട് ദ ഗ്രേറ്റസ്റ്റ് യെറ്റ്, ഇറ്റ്സ് ഓക്കെ എന്നാണ് ഞാൻ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കമ്പനിയിൽ ബൈ ദ ടൈം ദേ കംപ്ലീറ്റ് MBA എന്തെങ്കിലും ഒരു പ്ലേസ്മെന്റ് പ്രതീക്ഷിക്കാവോ കോളേജിന്? അത് നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും. നമ്മൾ ശരിക്കും നമ്മൾ ഇടുന്ന എഫേർട്ട് പോലിരിക്കും. നമ്മൾ എന്നാലും ഏകദേശം എത്രത്തോളം എത്ര പെർസെന്റേജ് പ്ലേസ് ആവാറുണ്ട് യൂഷ്വലി ഒരു ബാച്ചിൽ? ഒരു 80% ഓഫ് ദി ബാച്ചിനും പ്ലേസ്മെന്റ് കിട്ടാറുണ്ടോ? 80% ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 60-70 ആ റേഞ്ചിൽ പ്ലേസ് ആകാറുണ്ട്. 60-70 ഒക്കെ പ്രതീക്ഷിക്കാം. എത്രയാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത്? എത്രയാണ് ഒരു NIT കാലിക്കറ്റ് ഇപ്പം ചെയ്തിരിക്കുന്നത്? ആവറേജ് 8.5 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. ഇത് പ്രതീക്ഷിക്കാൻ തരില്ല. പിന്നെ നമുക്ക് NITയുടെ നോംസ് അറിയാമല്ലോ, ഒരിക്കലും ഒരു 6 താഴെ അല്ലെ 5.5 താഴെ കമ്പനീസിനെ നമ്മൾ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല. അപ്പം ഇപ്പം അതിലെ വേറൊരു ഘടകം എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വേറെ ഇപ്പൊ ബി സ്കൂളിനെ വെച്ച് നോക്കുമ്പോഴത്തേനും പലതരത്തിൽ അവർ റിക്രൂട്ട്മെന്റ് വരും. അവർ ഇപ്പൊ 3 lakhന് ആൾക്കാരെ എടുക്കുമായിരിക്കും, 4 lakhന് എടുക്കുമായിരിക്കും, 4.5-ന് എടുക്കുമായിരിക്കും. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം 5.5-ന് താഴെ ആണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കാറില്ല. അതായത് ആ കമ്പനീസിനെ നമ്മൾ എൻകറേജ് ചെയ്യാറില്ല പ്ലേസ്മെന്റിന് വരാനായിട്ട്. അപ്പൊ അത് ഒരു ഘടകമാണ്. അപ്പം വേറെ ബി സ്കൂളിൽ ഇപ്പം 95 ഉണ്ട്, 100 ഉണ്ടെന്ന് വെച്ചാൽ അവർ UG ലെവലിൽ നിന്ന് കയറി പോകുന്ന ഒരു പോസ്റ്റിലേക്ക് ആയിരിക്കും ചിലപ്പോൾ ആൾക്കാരെ എടുക്കുക. ഇപ്പം ആ ഒരു സാലറി പാക്കേജ് എന്നുള്ള രീതിയിലായിരിക്കും, എവിടെയെങ്കിലും കയറ്റിവിടുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെ പല ബി സ്കൂൾസും ചെയ്യുന്നത്. 100% ക്ലെയിം ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ഒരു പ്രോപ്പർ കട്ട് ഓഫ് വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ പ്ലേസ്മെന്റ് അതെ മനസ്സിലായി. ഓക്കെ. സോ ഇനി എനിക്കിപ്പം ഈ പറഞ്ഞ കമ്പനീസിൽ ഒരുപാട് ഫിൻ കമ്പനീസ് ആണ്. അപ്പൊ ഫിനാൻസ് ആണോ മൊത്തത്തിൽ കൂടുതലും പ്ലേസ്മെന്റ് വരുന്ന ഒരു പോപ്പുലർ ഡൊമൈൻ എന്ന് പറയാൻ പറ്റുമോ? ഫിനാൻസ് ഡെഫിനറ്റ്ലി ഒരു നല്ല ഒരു നല്ല ഡൊമൈൻ തന്നെയാണ്. ഫിനാൻസിന്റെ കമ്പനീസ് വരാറുണ്ട്. പക്ഷെ ഫെഡറൽ ബാങ്ക് വന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന റോളിലോട്ടായിരുന്നു ഫെഡറൽ ബാങ്ക് വന്നത്. ഡെലോയിറ്റ് വന്ന മൾട്ടിപ്പിൾ ഡൊമൈനിലോട്ട് ആൾക്കാർ എടുത്തായിരുന്നു. അനലിറ്റിക്സ് 2 പേരെ എടുത്തു, ഫിനാൻസ് 2 പേരെ എടുത്തു, മാർക്കറ്റിംഗ് ഒരാളെ എടുത്തു. പിന്നെ സദർലൻഡ് വന്നിട്ടുണ്ടായിരുന്നു, സദർലൻഡിന്റെ MBA അവര് വന്നിട്ടുണ്ടായിരുന്നു. അവര് HR സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എന്താ പറയാ, പിന്നെ റിലയൻസ് ഓപ്പറേഷൻസ് ഡൊമൈൻ ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരെ നോക്കിയാണ് അവര് വരിക. ലോയൽറ്റി ജഗന്നിട്ട് മാർക്കറ്റിംഗ് ആണ്. പിന്നെ IDBI അഫ്കോഴ്സ് ഫിനാൻസ്, ബാങ്കിങ് ഇതാണ്. ഫെഡറൽ ബാങ്ക് 2 തരത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനാൻസിലോട്ട് ഒരാളെയും ബാക്കി മാർക്കറ്റിംഗ് റോളിലോട്ട് 4 പേരെ, അങ്ങനെയായിരുന്നു ആൾക്കാരെ എടുത്തത്. അപ്പം എല്ലാ ഡൊമൈനിലോട്ടും ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ബയാസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഫിനാൻസ് ഓപ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫിനാൻസിലോട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് കമ്പനീസ് ആണ് ഫിനാൻസിലോട്ട് വരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മനസ്സിലായി. ഇനി ബാക്കി NIT കുറിച്ച് ഇപ്പം നിങ്ങളുടെ ഫെസ്റ്റ്, ക്ലബ്ബ്, കമ്മിറ്റീസ്, ആക്ടിവിറ്റീസ് അതെന്തൊക്കെയാണ് ബി സ്കൂൾ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെ ഉണ്ടാവുക? ആൻഡ് ഓൾസോ ഇപ്പൊ സെന്റ് ജോസഫിൽ പഠിച്ചു വന്നതായതുകൊണ്ട്, ബാംഗ്ലൂർ പഠിച്ചതായതുകൊണ്ട് ലൈക്ക് സ്റ്റുഡന്റ് കൾച്ചർ, അതിന്റെ ഒരു വൈബ്രന്റ് ഇത്. അപ്പം അതിൽ നിന്ന് NIT-യിലോട്ട് വരുന്ന സമയത്ത് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പറയാം. ഐ മീൻ എങ്ങനെയുണ്ട് ഒരു സ്റ്റുഡന്റ് വൈബ്രൻസി, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ഓൺ ക്യാമ്പസ്, അല്ലെങ്കിൽ ഇവന്റ്സ്, അല്ലെങ്കിൽ ക്ലബ് കമ്മിറ്റീസ് ഒക്കെ? എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേരളത്തില്. ഞാൻ ശരിക്കും +2 കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും 5 വർഷം ബാംഗ്ലൂരായിരുന്നു. അപ്പൊ എന്റെ വലിയ ആഗ്രഹമായിരുന്നു കേരളത്തെ ഒരു ക്യാമ്പസിലെ, നമ്മള് ശരിക്കും സിനിമകളിലൊക്കെ അത് കണ്ടിട്ടുള്ളൂ, അതെങ്ങനെ ഇരിക്കും എന്നറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ എന്താ പറയാ, നമ്മുടെ ക്ലാസ്സിലെ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഫ്രണ്ട്സ്, അവര് ശരിക്കും പറയാ, നമ്മുടെ ബോയ് നെക്സ്റ്റ് ഡോർ കൈൻഡ് ഓഫ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ബാംഗ്ലൂരിൽ കുറച്ചുകൂടി ഒരു ഫോഴ്സ് സെറ്റപ്പ് ആണ്. എന്ന് വെച്ചാല് പറയാ, ഒരു വേറെ രണ്ട് രാത്രിയും പകലും പോലെ വ്യത്യാസങ്ങളുള്ള കൾച്ചറൽ ഡിഫറൻസസ് ആണ് ഇവിടെ. കൂടുതൽ മലയാളീസ് ആണോ NIT കാലിക്കറ്റ് MBA എത്ര % ആയിരിക്കും പുറത്തുനിന്നുള്ള ആൾക്കാരുള്ളത്? അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതും പറയാ, ഈ ജൂനിയേഴ്സിന്റെ മിക്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഔട്ട്സൈഡ് കേരള ആൾക്കാര് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 30%, 40% നോൺ മലയാളീസ് ഉണ്ട് ജൂനിയേഴ്സിൽ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു 12-13 അത്രയും പേരേ ഉള്ളൂ നോൺ കേരളീസ് ആയിട്ടുള്ളത്. ബാക്കി മേജർ പോർഷൻ വന്നേക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അതും അടുത്ത വർഷത്തെ അത് എനിക്ക് തോന്നുന്നില്ല അതിപ്പം ഡൈവേഴ്സിറ്റിക്ക് വേണ്ടി ഔട്ട്സൈഡ് കേരള ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അത് ഫുൾ ഒരു ഇന്റർവ്യൂ പാനലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്.
ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ബേസിക്കലി ഒരു 20% അപ്രോക്സിമേറ്റ്ലി ഇപ്പൊ ജൂനിയർ ബാച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പുറത്തുള്ള ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാ മലയാളികളാണ് എന്നുള്ളൊരു സംഭവമില്ല. ആ ഒരു കൈൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഏയ് ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇല്ല. അത് ഒരു മിക്സർ ഓഫ് ഡൈവേഴ്സ് ഇതാണ്. പിന്നെ ഞാൻ അവിടെ പുറത്ത് പഠിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. ഇപ്പം എല്ലാരും ഒരുമിച്ച് പോവാന്നുള്ളേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് പണ ഒരു ഇത് തന്നെയാണ് ക്ലാസ്സുകളെല്ലാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായി. ഈ ആക്ടിവിറ്റീസിനെ കുറിച്ച്, ക്ലബ് കമ്മിറ്റീസിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലബ്സോ അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള കമ്മിറ്റീസ് ഒക്കെ ഉണ്ടോ? നമുക്ക് എല്ലാ സ്പെഷ്യലൈസേഷനും കീഴിൽ കമ്മിറ്റീസ് ഉണ്ട്. ഫിനാൻസ്, മാർക്കറ്റിംഗ്, പിന്നെ HR, പിന്നെ എന്താ പറയാ ഓപ്പറേഷൻസ്, ഇങ്ങനെ ഓരോ ഇപ്പൊ ഫിനാൻസിനാണെങ്കിൽ ഈ പറഞ്ഞ എന്താ നമ്മുടെ തന്നെ മെയിൻ ക്യാമ്പസിൽ നിന്ന്, അതായത് വേറെ ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ലെക്ചേഴ്സ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ക്ലബിന്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റീസിന് ലെക്ചേഴ്സ് എടുത്ത് തരാറുണ്ട്. ഇപ്പം ഇപ്രാവശ്യം വന്നിരിക്കുന്നത് AIML, യൂസേജ് ഇൻ പ്രെഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസ്, അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള ഫിനാൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പുറത്തുനിന്ന് ഫാക്കൽറ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് മീൻസ് നമ്മുടെ മെയിൻ നമുക്ക് ഏറ്റവും റിസോഴ്സ് ഇവിടെ തന്നെ ഉണ്ട്, ഉള്ള റിസോഴ്സസ് എല്ലാം ഇവിടെ തന്നെ അതായത് ആ ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ്, NIT കാലിക്കറ്റിന്റെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള പല ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസേഴ്സിന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോ ബിസിനസ് റിസർച്ച് പ്രോജക്ട് ഞാൻ മുമ്പേ സംസാരിച്ചല്ലോ. ഇപ്പൊ ബിസിനസ് റിസർച്ച് പ്രോജക്ട് ആണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ആൾക്കാർ വന്ന് എടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഗൈഡ് ആയിട്ട് ഇപ്പം AIML സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഒരു ലെക്ചറിൽ നിന്ന് നമ്മുടെ ഗൈഡിനോട് സംസാരിക്കുമ്പോൾ തന്നെ അവര് നമുക്ക് അങ്ങനെ റിവേർട്ട് ചെയ്ത് തരും. ഇന്ന ഫാക്കൽറ്റിയെ ഇന്ന പ്രൊഫസറിനെ ബന്ധപ്പെട്ടാൽ മതി, അവർ നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരും എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അവരും അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട്. പിന്നെ ഓക്കെ. HR ക്ലബിന്റെ ഭാഗമായിട്ട് പല പരിപാടികളും കഴിഞ്ഞ് നടന്നിട്ടുണ്ട്. എന്താ പറയാ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു ഡിബേറ്റ് സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫുള്ള്. എവറി വെൻസ്ഡേ അക്കാഡമിക് ക്ലബിന്റെ ഭാഗമായിട്ട് എന്താ ഒരു ഡിബേറ്റ് സെഷൻ എല്ലാ വെൻസ്ഡേയിലും ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഡിബേറ്റ് സെഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ. പല പല എന്താ പറയാ ഇങ്ങനെ പല പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഓപ്പറേഷൻസ് ഇങ്ങനെ സിമിലർ ആയിട്ട് ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. അതും ഏറ്റവും പുതിയ ഫീൽഡിനെ കുറിച്ച്. ഇപ്പം എനിക്ക് ഫിനാൻസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ബയസ്ഡ് ആണ്, കാരണം ഫിനാൻസിനെ കുറിച്ചുള്ള ഒരു നോളജ് ആണ് എനിക്ക് കൂടുതലുള്ളത്. ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ബാക്കി സ്പെഷ്യലൈസേഷൻ അതിനെ പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാ സ്പെഷ്യലൈസേഷനിലും പരിപാടികൾ നടക്കുന്നുണ്ട്. ഞാൻ ഫിനാൻസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് മാത്രം. മനസ്സിലായി. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ കയറാൻ വേണ്ടിയുള്ള പെർസെന്റേജ്. ഒന്നാമത്തെ കാര്യം, അക്സെപ്റ്റൻസ് കോഴ്സ് കാറ്റ് മാത്രമല്ലേ ഉള്ളൂ? ക്യാറ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ക്യാറ്റ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. എത്ര പെർസെന്റേജ്? ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം SC ആൻഡ് ST കാൻഡിഡേറ്റ്സിന് ഏതാണ്ട് ഒരു 36% ആയിരുന്നു ലാസ്റ്റ് അഡ്മിറ്റഡ് ST കാൻഡിഡേറ്റ്, ആൻഡ് SC കാൻഡിഡേറ്റ് വാസ് അറൌണ്ട് 50%. OBC ആൻഡ് ജനറൽ എത്ര ഉണ്ടെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ ഉള്ളൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തരാം. ഒരു 75 അല്ലെ 70 to 80% ഐഡിയൽ ആണ്. ഹാവിംഗ് സെഡ് ദാറ്റ്, ക്യാറ്റ് സ്കോർ നമുക്കറിയാലോ. ഇപ്പം സാഹിൽ അറിയാം, ഇപ്പം ഇന്റർവ്യൂ ബോർഡിന്റെ എന്താ അവരുടെ മിക്സർ എന്ന് പറയുന്നത് ക്യാറ്റിലെ സ്കോർ ഒരു ഘടകം മാത്രമാണ്. ഇപ്പൊ 25% വെയിറ്റേജ് ഉള്ള 30% വെയിറ്റേജ് ഉള്ള ഒരു ഘടകം തന്നെയാണ്. ഇന്റർവ്യൂ അതനുസരിച്ച് അല്ല അതിനേക്കാൾ മേലെ വെയിറ്റേജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മുടെ അതെ, ഇന്റർവ്യൂ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് NIT അതെ. കാലിക്കറ്റിലേക്ക് കിട്ടാൻ. നിങ്ങൾക്ക് ഇപ്പം ഒരു 70 അല്ലെങ്കിൽ 80% ഇതിന്റെ ഇടയ്ക്ക് പേഴ്സണൽ ഉണ്ടെങ്കിൽ ഷുവർ ഷോട്ട് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. പ്ലസ് നമ്മുടെ ഇന്റർവ്യൂവിനെ കുറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ജെൻഡർ ഡൈവേഴ്സിറ്റിക്ക് സ്കോർസ് കാണും. പിന്നെ ഈ പറഞ്ഞ വർക്ക് എക്സ് ഒരു ഫാക്ടർ ആയിരിക്കും. ഇങ്ങനെ പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് ഇരിക്കുന്നത്. 70 എബവ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഒരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ മേ ബി ഒരു 60% റേഞ്ചിൽ 60+ നോക്കായിരിക്കും. OBC ആണെങ്കിൽ എനിക്ക് 60. OBCയുടെ കാര്യം കറക്റ്റ് ഞാൻ അത്ര ആധികാരികമായിട്ട് പറയാൻ എനിക്ക് വശമില്ല. എനിക്ക് പറയാൻ പറ്റുന്ന ഈ ജനറൽ കാറ്റഗറിയിലുള്ള കാര്യങ്ങളായിരിക്കും. 75-80 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് NIT കാലിക്കറ്റിലേക്ക്. ഗ്രേറ്റ്. ഇനി ഞാൻ ചോദിക്കാത്ത എന്തെങ്കിലും, NIT എന്തായാലും ഇവിടെ ഇന്ത്യ വരുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഞാൻ സർപ്രൈസ് ആവില്ല, ഞാൻ എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാത്തതായിട്ടുണ്ടെങ്കിൽ ഇമാനുവലിനെ ആഡ് ചെയ്യാം. എന്താ പറയാ, ഇപ്പം നമ്മുടെ ഫുള്ള് ഇപ്പൊ MBA കരിക്കുലം ആണെങ്കിലും എല്ലാം നല്ല അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ പുതുതായിട്ട് നമുക്കറിയാം അനലിറ്റിക്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഫീൽഡിൽ എന്നുള്ള. എല്ലാം അനലിറ്റിക്സ് ബേസ്ഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ എന്താ ഫോർകാസ്റ്റിംഗ് അല്ലെ മാർക്കറ്റ് സ്റ്റഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ സബ്ജക്റ്റും പഠിക്കുമ്പോഴത്തേനും നമുക്ക് ഒരു അനലിറ്റിക്സ് ഫ്ലേവർ ഉണ്ട്. ഇപ്പം എല്ലാത്തിലും മെഷീൻ ലേണിംഗ് അല്ല അനലിറ്റിക്സ് എന്നുള്ള ഒരു ഘടകം വന്നിട്ടുണ്ട്. ഇപ്പൊ ഏത് സ്പെഷ്യൽ, ഇപ്പൊ HR ആണ് HR അനലിറ്റിക്സ് ഉണ്ട്. അനലിറ്റിക്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ തന്നെയുണ്ട്.
പിന്നെ മാർക്കറ്റിംഗ് ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന സബ്ജക്ട്. അതിനകത്ത് റീസൻസി, ഫ്രീക്വൻസി മോണിറ്ററി, RFM, ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ്സ് ആണ്. ഇപ്പൊ ഫിനാൻസിൽ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. അപ്പൊ കരിക്കുലം ഒരു തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വളരെ അപ്ഡേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ കേറ്റർ ചെയ്യാനുള്ള വിധത്തിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊരു നല്ല ഘടകമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കമ്പയറിംഗ് ദ സിനാരിയോ, നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അതൊരു നല്ല വശമാണ് തോന്നുന്നത്. എല്ലാത്തിലും ഒരു അനലിറ്റിക്സ് ഫ്ലേവർ, അല്ലെങ്കിൽ ഏറ്റവും പുതുതായിട്ട് ഇപ്പൊ ഇൻഡസ്ട്രി നീഡ് എന്താണോ, അതിന് വേണ്ടത് എന്താണോ, അത് നമ്മളിവിടെ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു മോശം കാര്യം, അതായത് ഒന്നോ രണ്ടോ മോശം കാര്യം ദേ ഷുഡ് ഡെഫിനറ്റ്ലി കൺസിഡർ വൈൽ ചൂസിങ് MBA NIT കാലിക്കറ്റ് പറയാനുണ്ടോ? അതായത് കോൺസ് ആയിട്ട് പറയാനുണ്ട്. ഒബിയസ്ലി നമ്മൾ കുറെ പ്രോസ് പറഞ്ഞു, ഇടയ്ക്ക് കുറച്ച് കോൺസ് പറഞ്ഞു. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു എടുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇമ്മാനുവലിന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി നമ്മളിപ്പം എത്രയൊക്കെ പറഞ്ഞാലും എന്താ പറയാ, പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. നമ്മൾ ഇവിടുത്തെ കരിക്കുലത്തിൽ നമുക്ക് പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെ അറിയാം. നമ്മളിപ്പം എഞ്ചിനീയറിംഗ് അങ്ങനെ ഞാൻ പറഞ്ഞല്ല, ഇപ്പൊ നമ്മൾ എത്ര പഠിച്ചിട്ടില്ലെങ്കിൽ സബ്ജക്ട് നോളജ് ഗ്യാദർ ചെയ്യാന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ഇന്റർവ്യൂ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കമ്പനി പെർസ്പെക്റ്റീവ് നമ്മൾ പേഴ്സണൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാതെ നമ്മൾ കരിക്കുലത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഹെൽപ്ഫുൾ ആകത്തില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ MBA കാര്യം മാത്രമല്ല, എവിടെ MBA പഠിക്കുകയാണെങ്കിൽ പോലും അവര് നമുക്ക് തരുന്ന ഒരു 30% അല്ലെങ്കിൽ 40% ഒരു ഇൻപുട്ട് കാണും ഫ്രം ദ ഫാക്കൽറ്റി. ബാക്കി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ പേഴ്സണൽ ആയിട്ട് എഫേർട്ട് ഇടണം. ഇപ്പം നമ്മളിപ്പോ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്, ഇപ്പൊ എന്തൊക്കെയാണ് കറന്റ് ട്രെൻഡ്, എന്തൊക്കെയാണ് മാർക്കറ്റ്, ഇപ്പൊ കേസ് സ്റ്റഡീസ് വെച്ച് തന്നെ ഇപ്പം ഓരോ കമ്പനീസ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണ്, ഇത് നമ്മൾ പേഴ്സണൽ ആയിട്ട് നമ്മുടേതായ രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഈ ലെക്ചറും കൂടെ, ലെക്ചർ സെഷൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അതൊരു 100%ലേക്ക് വരുന്നത്. അപ്പൊ പ്യുവർലി നമ്മൾ ഇവിടെ വന്ന് കരിക്കുലം മാത്രം ഫോളോ ചെയ്ത് മാർക്ക് മേടിക്കാം, അല്ലെങ്കിൽ കുറച്ച് മഗപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പോയാല് ഒരു പക്ഷെ നമുക്ക് മാർക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമ്മള് ആ ഒരു വശത്തിലേക്ക് പോവായിരിക്കും. പക്ഷെ ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവ് വരുമ്പോഴത്തേനും ഇപ്പം കമ്പനീസിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊരു ബേസ് ഉണ്ട്, ഒരു കാര്യത്തിനെ കുറിച്ച് എന്തൊരു ക്രിട്ടിക്കൽ ആയിട്ട് അവർക്ക് അറിയാം, ഒരു സബ്ജക്റ്റിന് എത്ര നോളജ് ഉണ്ട്, എത്ര ഡീപ്പ് ആയിട്ടാണ് അവർ ലേൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ കറന്റ് സിനാരിയോയില് റിയൽ ലൈഫില് ഇത് ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമ്മൾ തന്നെ ബ്രിഡ്ജ് ചെയ്യണം. അത് നമ്മൾ ഇവിടെ വന്ന് നമുക്കത് സ്വായത്തമാക്കാം എന്ന് വിചാരിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഇപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരിക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ ഇൻഫർമേഷൻ കിട്ടും, എന്തൊക്കെയാണ് ഇൻഡസ്ട്രി നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്. ഇതും നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളും തമ്മിൽ മേർജ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളൊരു ഇൻഡസ്ട്രി റെഡി ആകാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതിനുള്ള എഫേർട്ട് നമ്മുടെ അടുത്ത് ഇടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറാണ്. ഓക്കെ, ഗ്രേറ്റ്. സോ എന്തായാലും NIT കാലിക്കറ്റിന്റെ MBA എല്ലാവരും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. സോ അതിന് ഇത്രയധികം ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്തത് ഇമ്മാനുവൽ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. ആൻഡ് ഇത് കേട്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോ ഇപ്പൊ കേരളത്തിൽ നമുക്ക് MBAക്ക് വളരെ നല്ല MBA ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, ടു ബി ഓണസ്റ്റ്. IIM കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് ടോപ്പ് ലെവൽ ബി സ്കൂൾ, ടോപ്പ് 10, ടോപ്പ് 20 ഒന്നും ഇല്ല. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നതിൽ വരുന്ന ഒരു സംഭവമാണ് NIT കാലിക്കറ്റ്. ഇപ്പം ഓൾറെഡി പറഞ്ഞു, ഫീസ് അത്രയധികം കുറവാണ്. ആൻഡ് ഇപ്പം ROI വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആണ്. സം ഗുഡ് ബ്രാൻഡ്സ് ആർ വിസിറ്റിംഗ് ആൻഡ് യു ഓൾസോ ഗെറ്റ് an NIT brand. You get to stay in NIT Calicut. You get access to faculties of NIT Calicut, not just limited to SOMS, which is School of Management Studies, but also with NIT കാലിക്കറ്റിലെ ബിടെക്കിലുള്ള പ്രഗത്ഭരായ പ്രൊഫസേഴ്സുമായിട്ട് നിങ്ങൾക്ക് പ്രോജക്ട്സ് ചെയ്യാനോ ഹെൽപ്പ് ചോദിക്കാനോ ഒക്കെ പറ്റും. യു ഓൾസോ ഗെറ്റ് ആക്സസ് ടു ഈ പറയുന്ന ഒരു ക്യാമ്പസിലെ പ്രോഗ്രാം. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി if you want to do an MBA in Kerala and if your percentage is not as high to get into IIM Kozhikode, then ഒരു കേരളത്തിൽ കിട്ടാവുന്ന ഒരു MBA ഒരു വളരെ നല്ല ഓപ്ഷനാണ്. ആൻഡ് Emmanuel, thanks a lot for sharing detailed info about NIT Calicut MBA program. Thank you. Thanks a lot for watching the video. Bye bye.